ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കാന്താര 2 കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ എത്രയുടെ 12:30 12:30 ഷോ വരുന്നത്. ഒബ്രമാളിലാണ് ഇന്ന് നമുക്ക് ടിക്കറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കണ്ടു എന്നുള്ളത് അറിയാം. ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ പോവുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഇനി സിനിമ കണ്ടിട്ട് അത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അല്ലടാ, നീ ഫസ്റ്റ് കണ്ടിട്ടുണ്ട് ഇതിന്റെ? ഫസ്റ്റ് ടൈം കണ്ടായിരുന്നു ഇതിന്റെ? ഫസ്റ്റ് അടിപൊളിയാണ്. നമ്മൾ സെക്കൻഡ് കണ്ടിട്ട് അതിന്റെ അഭിപ്രായം നമ്മൾ പറയും. യെസ്, അപ്പോൾ ഇതിന്റെ സെക്കൻഡ് കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഇതിന്റെ അഭിപ്രായം പറയാൻ പോവാണ്. ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് അതിന്റെ സീൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓൾറെഡി ഇതിന്റെ ഒരുവിധം സീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് വഴി അറിയാം. അപ്പോൾ നമ്മൾ സിനിമക്ക് പോവാണ്. ഓക്കെ, യെസ്, അങ്ങനെ ഞങ്ങൾ സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അധികം തിരക്കൊന്നും കാണാനില്ല. നോക്കട്ടെ, എല്ലാവരും ഒരുവിധം സിനിമ കണ്ടു കഴിഞ്ഞിരുന്നുണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, യെസ് ബഡീസ്, അങ്ങനെ നമ്മൾ കാന്താര 2 കണ്ട് ഇത് ഉബ്രമാളിന്റെ ഫ്രണ്ട്ലി ഇരിപ്പാണ്. പടം എങ്ങനെയുണ്ടാ? പടം എന്തായാലും ഫസ്റ്റിന്റെ ഇത്ര പോരാ. നിന്റെ അഭിപ്രായം പറ. പടം കണ്ടപ്പോൾ നിനക്ക് തോന്നിയൊരു ഫീൽ എന്താന്ന് പറ. പിന്നെ പടം അടിപൊളിയാണ്. എന്നാലും പടം കണ്ടിരിക്കാൻ നല്ല വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ലോക സിനിമയിൽ ഒരു കൊച്ചിൻ്റെ സീനുകളൊക്കെ വരുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെറിയൊരു ഫീല്. പിന്നെ നമ്മുടെ ബാഹുബലിയിലത്തെ ഒരു ഫീല്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ പടം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നായകൻ്റെ പേരെന്തായിരുന്നു? നായകൻ, അവൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, എന്തൊരു ഷെട്ടി. മൂപ്പരാണെങ്കിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഗുളികനൊക്കെ വരുന്ന സമയത്തുണ്ടായിരുന്ന അഭിനയമൊക്കെ പൊളിയാണ്, ഒരു രക്ഷയുമില്ല. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സീനുകളൊക്കെ കാണുമ്പോൾ ഒരു ബാഹുബലി ഫീല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സീനൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ബാഹുബലിയിൽ മറ്റേ ആ ഒരു കാട്ടുവാസികളൊക്കെ വരുന്നില്ലേ, അതുപോലുള്ള കുറേ സീനുകളൊക്കെ ഇതിലും വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ആ കാന്താരയുടെ ഒരു വേറെ രീതിയിൽ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്ന പോലത്തെ എന്തെങ്കിലും ഫീൽ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഗുഡായിരുന്നു അല്ലേ? എന്നാലും കണ്ടിരിക്കാൻ അടിപൊളി പടം. എല്ലാവരും ട്രൈ ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് കാണുക. കാരണം ഞങ്ങള് ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഭയങ്കര ഒരു സംഭവമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ഒരു എഫക്റ്റ് ഈ സിനിമയിലില്ല. പിന്നെ കാണാൻ നല്ല രസമുണ്ട്, അതുള്ള കാര്യം പറയാം. കാണാൻ നല്ല വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൺ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഭയങ്കര ഒരു സംഭവമായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് കണ്ടു. അതുകൊണ്ടാണ് എനിക്കും ഇത് വീണ്ടും മറ്റുള്ളവർക്കൊക്കെ ആ ഒരു ഫീലിൽ നിന്നും ഇറങ്ങാൻ പറ്റാണ്ടിരുന്നത്. അത്രയും ഫീൽ ചെയ്യാതെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പടം ഓക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സീനുകൾ അല്ലേ, ചില സീനുകളൊക്കെ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ഇതെന്ത് ബാഹുബലിയാണോ, അതിലുള്ള കുറെ അമ്പും വില്ലും ഒക്കെ വിടുന്ന സീന്, പിന്നെ ആ തീ വിടുന്ന സീന്, ഒരു മരം വിടുന്നുണ്ട്, അങ്ങനെ കുറെ സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ബാഹുബലി വീണ്ടും നമ്മൾ വേറെ രീതിയിൽ കണ്ട പോലെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ജയറാമൊക്കെ ഉഷാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ജയറാമിന് ഇപ്പൊ അടുത്ത് കുറെ ഒരു എന്താ പറയാ തല്ലിപ്പൊളി റോളുകളൊക്കെയാണ് കൂടുതലായിട്ടും കിട്ടാറുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ആള് പക്ക നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് രസമായിട്ടുണ്ട് ജയറാമേട്ടന്റെ ആ ഒരു സീനും. പിന്നെ നായകന്റെ കാര്യം വീണ്ടും ഞങ്ങൾ പറഞ്ഞിട്ട്, നായകന്റെ കാര്യം മൂപ്പഴ അഭിനയമൊക്കെ അടിപൊളിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സീനാണ് അല്ലെ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീനുകളൊക്കെയാണ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഒരു ഫ്ലോപ്പ് പോലെ തോന്നിയത്. കാരണം ഫസ്റ്റിൽ അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട്, അത്യാവശ്യം നല്ല ലാഗ് അടിച്ച പോലെ തോന്നി. എന്താണിത് ഒരു അതന്നെ ഈ മറ്റേ മുന്നേ കണ്ടിട്ടുള്ള കുറേ സിനിമകൾ പോലത്തെ തന്നെ കുറേ സീനുകളൊക്കെ ഇങ്ങനെ കടന്നിങ്ങനെ പോയി അതിലിടയ്ക്ക് പിന്നെ മറ്റേ സീനിൽ, അതായത് കാന്താര എന്നൊരു സിനിമയുടെ ആ ഒരു സീക്വൻസിലോട്ട് വന്നപ്പോൾ പടം നല്ല രസമായി പോയി. വീണ്ടും പഴയ രീതിയിലോട്ട് തന്നെ പടം പിന്നെയും കുറേ കൊണ്ടുപോയിട്ടൊക്കെയാണ് ഈ സിനിമ അവസാനിപ്പിച്ചത്. പക്ഷെ വൺ ടൈം വന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഷുവറായിട്ട് കണ്ടോളൂ, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പം ഞങ്ങൾ കണ്ട് ഇറങ്ങി ആ സ്പോട്ടിൽ നിന്നിട്ട് ഇതേ ഒബ്രമാളിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ റിവ്യൂ ഞങ്ങൾ പറയുന്നത്. കാരണം കുറേ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു, എന്താ പറയാ, ഈ ബാധ കയറിയതോ, ബാധ കയറി, ഗുളികൻ കയറി, പിന്നെ അങ്ങനെയുള്ള കുറെ മീറ്റ് കഴിച്ച് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ ഐഡിയ അല്ല, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളിന്ന് കാണാൻ വേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 20 ആളങ്ങനെ കണ്ടുള്ളൂ അല്ലേ, 20 ആളാണ്ടുള്ളൂ മിക്കവാറും കാണാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ആൾക്കാരൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര അധികം ആൾക്കാർ കുറവ് എന്ന് തോന്നുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മൂവിയാണ്. അത് ഓഫ്കോഴ്സ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് കേട്ടോ. കാരണം അതിന്റെ പിക്ചർ ക്വാളിറ്റിയും അതിന്റെ സൗണ്ട് ക്വാളിറ്റിയും പിന്നെ അതിന്റെ വിഷ്വൽ ബ്യൂട്ടി എല്ലാം അതിനൊക്കെ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ അതിന്റെ സൗണ്ട് എഫക്റ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും ഫീൽ തോന്നില്ല. പിന്നെ ഞങ്ങളെ ഒരു ഡിസപ്പോയിന്റഡിലോട്ട് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രതീക്ഷ ഞങ്ങൾ വെച്ചായിരുന്നു, ആ ഒരു പ്രതീക്ഷയ്ക്ക് സാധനം വന്നില്ല. ഉദ്ദേശിച്ചാണ് വന്നത്. അത്ര ഒരു പ്രതീക്ഷ സത്യം പറഞ്ഞാൽ കിട്ടിയില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം. കാരണം
നമ്മൾ വിചാരിച്ചതിന് അത്ര വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് ഈ സീക്വൻസുകളൊക്കെയാണ് ശരിക്കും നമ്മളൊരു എന്താ പറയുക പടത്തിൽ നിന്നൊരു അയ്യേ ഇതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ബാഹുബലിയാണോ കാണുന്നത് എന്നുള്ള രീതിയിലോട്ടൊക്കെ പോയത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി വേറെ രീതിയിലോട്ടൊന്ന് മാറ്റമായിരുന്നു. കാരണം ഫസ്റ്റ് കണ്ടപ്പോൾ അത്രയും നമുക്ക് ബോറടിയോ കാര്യങ്ങളൊന്നും വന്നില്ല. സെക്കൻഡ് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. എന്തായാലും ഒരു 1 ടൈം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. കാണാതെ കണ്ടോളൂ. ഞങ്ങൾ എന്തായാലും കണ്ടു. അപ്പോൾ കണ്ട സ്പോട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഈ അഭിപ്രായം ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.